ഹലോ ഗായ്സ്, എല്ലാവർക്കും തമ്പായിസ് വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ചിക്കൻ കറിയാണ്. 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു കുക്കറാണ് നമുക്ക് വേണ്ടത്. ആ കുക്കറിലേക്ക് ഏകദേശം 1.25 കിലോ ചിക്കൻ ഉണ്ട്. ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മഞ്ഞ കളറിയിരിക്കുന്നത് ഞാൻ കുറച്ച് സമയം ഉപ്പിലും മഞ്ഞൾപ്പൊടിയിലും മുക്കി വെച്ചിട്ട് എടുത്തത് കൊണ്ടാണ് ഈ കളർ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് മീഡിയം സൈസ് 4 സവാള അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി നീളത്തിൽ അരിഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി ഇത് നല്ലപോലെ ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ ചതച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഗരം മസാല ഒരു 1.5 ടീസ്പൂൺ, കുരുമുളക് പൊടി എരിവിന് ആവശ്യത്തിന് എടുത്താൽ മതി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം, മല്ലിപ്പൊടി, മുളക് പൊടി. മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, മുളക് പൊടി 3 ടേബിൾ സ്പൂൺ. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ചിക്കനിലോട്ട് നല്ലപോലെ ഞെരടി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ ഞെരടി ചേർത്ത് അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ജസ്റ്റ് നമ്മുടെ ആ കയ്യിലിരിക്കുന്ന ആ പൊടികളൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി, ആ കൈ കഴുകാനുള്ള വെള്ളം മാത്രം മതി. കഴുകി അടച്ച് കുക്കർ വെച്ച് 2 വിസിൽ കൂടുതൽ അടിക്കരുത്. 2 വിസിൽ അടിച്ച് വരുമ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ആവി പോകുന്ന വരെ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. ആവി പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കാം. ഞാനിങ്ങനെയാണ് ആവി കളഞ്ഞെടുക്കുന്നത്. ആവി കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് കടുക് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കടുകിട്ട് അത് നല്ലപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ നല്ലപോലെ മൂത്ത് വരുമ്പം നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനിൽ നമ്മൾ വെള്ളം എക്സ്ട്രാ കൈ കഴുകിയ വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ തന്നെ നിറയെ വെള്ളം വന്നിട്ടുണ്ട്. ഇനി ഈ പാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അതിൽ കുറച്ച് വെള്ളം, അത് കഴുകാൻ മാത്രമുള്ള കുറച്ച് വെള്ളം ഇട്ടിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്ക്, ഒരുപാട് സമയത്ത് തിളപ്പിക്കൊന്നും വേണ്ട, നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് കുറച്ച് ഗരം മസാല 1/4 ടേബിൾ സ്പൂൺ മതിയാകും. അത് നല്ലപോലെ തൂവി കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ തൂവിയിട്ടുണ്ട്. പിന്നെ ഇത് ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ കുരുമുളകിൻ്റെയും ഈ ഗരം മസാലയുടെയും ഫ്ലേവർ നമ്മുടെ കറിക്ക് ഇച്ചിരി മുന്നോട്ട് നിൽക്കും. അത് കറിക്ക് ഒരു പ്രത്യേക ഫ്ലേവർ കൊടുക്കും. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ വിതറി അടച്ച് വെക്കണം. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാം. എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.